ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെന്നൈയിലെ മറീന ബീച്ചിലാണ്. ഞാനും തമിഴും കൂടിയാണ് വന്നത്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്ടെന്ന് തോന്നുന്നു. നല്ല റഷാണ് ഇവിടെ, വമ്പർ റഷ്. 4:15 വന്നിട്ട് റോട്ടുമ്പോൾ ഇവിടെ കയറാൻ പറ്റിയത് ഒരു 4:45 അമ്മായി റഷ്. അവസാനം ഉള്ളിൽ കയറി നമ്മൾ ബീച്ചിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയെല്ലാം കാണാൻ നമുക്ക്. ഇവിടെ വന്നേരം തന്നെ ആദ്യം തന്നെ കണ്ടത് ഒരു കുട്ടീനെ കയർമലൂട്ട നടത്തിക്കുന്ന മറ്റേ പണ്ടലുണ്ടായ ടി വിയിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളൂ. സർക്കസിലുള്ള തെരുവ് സർക്കസ് എന്തോ പറയില്ലേ, ആ സംഭവമാണ്. എന്തെല്ലോ കാണിച്ചു കൂട്ടുന്നുണ്ടേനോ നടന്ന് കുഞ്ഞി. കുതിരനെ കണ്ട, കുതിര സഫാരി പോണം. പക്ഷെ എനക്ക് പേടിയായതുകൊണ്ട് ഞാൻ പോകുന്നില്ല. നീ പോയിരിക്കടാ കുതിര സഫാരി? ഓനും പോയിട്ടില്ല, ഞാനും പോകുന്നില്ല. എനക്ക് പേടിയാ കുതിരേന. പക്ഷെങ്കിൽ നമ്മളിപ്പം ബലൂണ് പൊട്ടിക്കാൻ പോകും, അത് അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ ബലൂണ് വെടിവെക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. തമിഴിടെ പേയാക്കുന്നുണ്ട് ബലൂണ് വെടിവെക്കാൻ വേണ്ടി. ബ്രോ മൊത്തം അടി ബ്രോ, 10 ഒടിയണോ ഒന്നേ. ഗൈസ് 12 ബുള്ളറ്റാണ് തന്നെ. അതിലൊന്ന് വെച്ച് ബാക്കി 11 ഞാൻ പൊട്ടിച്ചു. ആ കിടിലെ വെടിവെപ്പുകാരുന്നുണ്ട്. ഇനി വേട്ടക്ക് ഇറങ്ങാൻ പോവാം. എൻ്റെ മോനെ നടക്കാൻ കുതിര പോകുന്നുണ്ട്, കുതിര പോകുന്നു. ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചത് കുറേ എന്തെല്ലോ ഉണ്ട് എന്നാണ് ഈ മെറീന ബീച്ചിൻ്റെ ഹൈപ്പെല്ലാം കേട്ടിട്ട്. സംഭവം എന്ന് വെച്ചാൽ വലിയൊരു ബീച്ചാണ്. വലിയ ബീച്ചിൽ കുറേ ഫുഡിൻ്റെ സ്റ്റാളുണ്ട്, കുറേ മനുഷ്യന്മാരുണ്ട്, കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ലേഡീസ് ഐറ്റംസ് ആണ്. പിന്നെ ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട്, സീ ഫുഡ് ഐറ്റംസ് എല്ലാം കുറേ ഉണ്ട്. അതാണ് ഇവിടെ. പിന്നെ ഇവൻ്റെ ഫേവറേറ്റ് സാധനം പാനിപൂരിയും സ്വീറ്റ് കോൺ, ഇതെല്ലാം ഇവിടെ ഉള്ളത്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഓരോ ഇത് MGRൻ്റെയും ജയലളിതേൻ്റെ എല്ലാം മറ്റേ എന്നാ അതുക്ക് എന്നെ சொல்லுவாண்டா നീങ്ക എന്നെ சொல்லுവ അതുക്ക് നാണവന് ഓനിട്ട ഡ്രസ്സ് കണ്ട, അതുകൊണ്ട് അവന് വീഡിയോയിൽ വരാൻ നാണം. അതിനെന്തോ പറയും, മറ്റേ ഇവർ മരിച്ചാൽ കുഴിച്ചിടുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ തെരാപ്പറ നടന്നിട്ട് ഇനി അത് പോയിട്ട് കാണാനാണ് വിചാരിക്കുന്നത്. എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ നാട്ടിലെ ബീച്ചിലേനെക്കാട്ടെല്ലാം നല്ല വൈബുണ്ട്. ഇതിങ്ങനെ നടക്കുക, കാറ്റും കൊണ്ട് നടക്കുക, പിന്നെ കാണാനും ഒരു മജയുണ്ട്. ഈ ചെക്കന് ഇത് സ്വീറ്റ് കോൺ തിന്നണമെന്ന് ഭയങ്കര പൂതി, ചുട്ട് തിന്നണം പോലെ. ഇനിയിപ്പോൾ അത് ചുട്ട് തിന്നുന്ന സ്ഥലത്തേക്ക് പോയിട്ട് തിന്നാൻ പോകുന്നതാണ്. പൊട്ടൻ ചുട്ട് തിന്നത് വേണമെന്നും പറഞ്ഞാണ് വന്ന്. അവസാനം ചുട്ട് തിന്നാൽ കരിഞ്ഞത് തിന്നാൻ കഴിയില്ലാന്ന് പറഞ്ഞിട്ട് വേവിച്ചത് വാങ്ങിയിട്ട് എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ഓന് വേണം തിന്നണമെന്നുണ്ട്, പക്ഷെങ്കിൽ എന്തെല്ലോ കഴിച്ചിട്ട് വയറ് നിറഞ്ഞുകൊണ്ട് അതും പിടിച്ചിങ്ങനെ നടക്കുന്നതാണ്. ഇതിന്നെങ്ങനെ തിന്ന് തീരുവാ നീ തിന്നുമ്പോൾ. ഗായ്സ് സംഭവം ഇവൻ എന്താണ് ഈ മൂഡ് ഓഫിൽ ഇരിക്കുന്നതെന്നറിയാം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, കുറേ പെണ്ണുങ്ങളുണ്ടാവും, വായി നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇവൻ വന്നത്. പക്ഷെങ്കിൽ ആരുമില്ല, എല്ലാ ഹിന്ദിക്കാർ ബംഗാളികൾ നമ്മളെ പോലെ തന്നെ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്.
ഇപ്പം വിചാരിച്ച പോലെ പെമ്പിള്ളേർ ആരുമില്ല, അതാണ് ഇവൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. ഇല്ലടാ ഇനി ഇതില് ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ചന്തേൻ്റെ ഇടയിലോട്ട് നടക്കാൻ പോകുന്നതാണ്. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അവിടെ നല്ല റഷാണ്, എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇപ്പുറത്തേതാ സീ ഫുഡിന്റെ വീഡിയോ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇത് മറ്റേ പൊട്ടറ്റോ, ഇവിടെ മറ്റേ ബജ്ജിക്കട, അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനവും ഇതിനകത്ത് തന്നെയുണ്ട്. തമിഴേ ഓൻ പേര് ആളുടെ പേര് ഇങ്ങനെ എഴുതിയാ തള്ളുന്നു. ടെഡി ബിയർ ഇതെന്തരാ ഇത്? ഓ ഇതുണ്ട് ഗൈസ്, ടാറ്റൂന്റെ ഷോപ്പല്ലോ. ആരല്ലോ ഇവിടുന്നല്ല, ഞാൻ റോട്ട് മുതല ടാറ്റു അടിക്കുന്നുണ്ട്. എന്താ ഇത് മറ്റേ ഇപ്പത്തെ പൂക്കി പിള്ളേർ തലയിൽ വെച്ചിട്ട് ഞെക്കുന്ന ഹെയർ ബാൻഡ് ഇഷ്ടംപോലെ തൂക്കിട്ടിട്ടാ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിടത്തോടു കൂടി അധികവും പെമ്പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ്. ആടെ കടപ്പുറത്ത് നല്ല നല്ല തണുപ്പേനും കേട്ടോ, കാര്യം പറയാലോ. പക്ഷേങ്കിൽ ഇവിടെ വന്നേരം നല്ല ചൂടായി, തിരക്കുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഇവനതാ ഷൂ എല്ലാം നോക്കണം പറഞ്ഞ് പൊടിയനുള്ളിൽ കയറി പോയിട്ടുണ്ട്. എന്നാ പ്ലാൻ? ഷൂ വാങ്ങാൻ പോന്ന പോലെ, ചുമല കളർ ഷൂ. ഇതാ ഈ ചുമല ഷൂ വേണം പോലെ, നല്ല മൂഞ്ചിക്ക് ചേറുണ്ടോ. ഇത്രയും നേരം പൊടിയും ചുറ്റി തിരിഞ്ഞ് ഷൂ എല്ലാം നോക്കിയിട്ട് ഇപ്പം പറഞ്ഞേ വേണ്ട, ക്വാളിറ്റി ഇല്ല, സാലറി വന്നാൽ സ്റ്റുഡിയോ പോയിട്ട് വാങ്ങാം. ചാതി ഒരുത്തെ തിരിച്ചു പോകുന്നത് നമ്മളാണ്. തിരിച്ചു പോകുന്നേരോ ഇവന്റെ ഫ്രണ്ടിന് എന്നാണ് ഇവൻ പറയുന്നത്, പക്ഷെ ഇവനാണോ എന്ന് അറിഞ്ഞൂടാ. ഫ്രണ്ടിന് കീ ചെയിനില് ഓന്റെയും ഓളെയും പേര് എഴുതണം പോലെ. അവർ തമിഴിലാണ്, അതുകൊണ്ടാണ് കണ്ടുപിടിക്കാനും പറ്റില്ല ഇവന്റെ ആണോ. എന്തായാലും തിരിച്ചു പോയെടുക്കുന്ന ആ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും തിരിച്ച് നമ്മൾ ബീച്ചിലേക്ക് നടക്കുന്നതാണ്. അത്രയും ദൂരെ പോകണം. അമ്മച്ചി ഇപ്പം തന്നെ ഞാൻ തളർന്ന്, എന്നാലും ഓൻ പറഞ്ഞ സ്ഥിതിക്ക് അടം വരെ പോകും. ചെറുപ്പത്തിലുള്ള ഇതിൽ കയറി കളിക്കണം എന്നെല്ലാം ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ണം വെച്ചല്ലോ, വണ്ണം വെച്ചോണ്ട് തന്നെ അതിൽ കയറാൻ കഴിയില്ല. സാധനം മുമ്പിലുണ്ട്, പക്ഷെങ്കിൽ കയറാൻ കഴിയില്ല. ഇവിടെ എന്ത് സംഭവം? സ്റ്റാർ സ്റ്റുഡിയോ ഇതുണ്ട ഗൈസ്, ആക്ടേഴ്സിന്റെ കൂടെയുള്ള ഫോട്ടോ എടുക്കുന്ന പരിപാടി. ഇതുണ്ട എല്ലാ നടന്മാരെയും ഫോട്ടോ ഇവിടെ ഉണ്ട്. ഫ്ലെക്സ്, ഈ ഫ്ലെക്സിന്റെ പേരെ നമുക്ക് നിന്നിട്ട് ഫോട്ടോ എടുത്തു തരും. ഇതിനും നല്ലത് നമ്മള് VFX ചെയ്യുന്നല്ലടാ, VFX എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് ചെയ്യുന്നതല്ല നല്ലത്. ഇതെന്തെന്നാണിത്? നമ്മൾ ചുറ്റിക്കറങ്ങി പിന്നെയും മറ്റേ പെൺകുട്ടി കാരമലോട്ട സർക്കസ് കളിക്കുന്നിടത്ത് തന്നെ എത്തി. അയ്യോ ഞാനിപ്പം തന്നെ ടയേർഡായി കേട്ടോ. ഇത് കുറേ ഉണ്ട്. ഡെയിലി ഇവിടെ വന്ന് നടന്നില്ലെങ്കിൽ ഞാൻ മെലിയുവേനും. പക്ഷേങ്കിൽ നല്ല ദൂരമുണ്ട് ഞാൻ താമസിക്കുന്നിടത്തേക്ക്, ഇല്ലെങ്കിൽ ഡെയിലി വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ നടക്കാനും. അമ്മാ അതെല്ലാം പോട്ടെ, ഞാൻ ഇന്നോടൊരു കാര്യം ചോദിക്കണം വിചാരിച്ചു. ടിവിക്കൊക്കെ പുതിയ ലോഗോ ഒക്കെ അടിച്ചാങ്കല്ലേ, വിസിൽ വാങ്ങിട്ടിയാ നീ? മെമ്പർഷിപ്പ് എല്ലാം ഉണ്ട് ടിവിക്കയില്. വേണ്ടാ മോനെ, ഈയപ്പത്തങ്കൾ അല്ലേ ഏരിയ പേര്? ഈയപ്പത്തങ്കൾ തന്നെ. ആ ഏരിയയിലുള്ള ടിവിക്കന്റെ പ്രസിഡന്റ് ആണ്, തമിഴൻപൻ. എന്നിട്ടും വിസിലൊന്നും വാങ്ങിയില്ല പോലെ. அதெல்லாம் போட்டு டிவிக்கு தானே நீ ஓட்டு போடுவாங்க. விஜய்க்கா? പക്ഷെ വിജയ് ചീഫ് മിനിസ്റ്റർ ആവാங்களா? കண்டிപ്പാ. இந்த வாட்டி ആയിടുവാங்களா? കண்டிപ്പാ. ഒരു സൈഡ് ഓഫ് ആൾക്കാർ പറയുന്നത് ആവൂല പ്രതിപക്ഷമാകുകയാണ്. ഇവനെ പോലത്തെ ഫാൻസ് പറയുന്നത് വിജയ് ചീഫ് മിനിസ്റ്റർ ആവും. എന്തായാലും ഇനി 2-3 മാസമേ ഉള്ളൂ, അതിനുള്ളിൽ നമുക്കറിയാം വിജയ് ചീഫ് മിനിസ്റ്റർ ആവുമോ ഇല്ലയോ എന്ന്. ഇതെല്ലാം കണ്ട ഗൈസ്, ഞാനിത് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനാണ് ഇങ്ങനത്തെ സംഭവം കണ്ടത്. നാട്ടിലെ ജഗന്നാഥ അമ്പലത്തിലെ ഉത്സവത്തിനാണ് ഇങ്ങനെ ചന്തകളും റൈഡുകളും കാര്യമെല്ലാം കണ്ടത്. ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് തോന്നുന്നു മറീന ബീച്ച് ഇത്ര ഹൈപ്പ്. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ടാറ്റു സ്റ്റുഡിയോ അടക്കം ഉണ്ട്. പക്ഷെങ്കിൽ എന്താ കാര്യം കട്ടപ്പോക്കെയായിരിക്കും ഇവിടുന്ന് ടാറ്റു അടിച്ചാൽ. അത്രയേ ഉള്ളൂ. അവസാനം ഇവൻ ആഗ്രഹിച്ച പോലെ കീച്ചേൻ്റെ ശങ്കിലെല്ലാം പെരയുന്ന പൂടിയിലേക്ക് നമ്മളെത്തി. നമ്മളെല്ലാം കീച്ചേനിലല്ലേ പേരെയ്തുക, ഇവന് ശങ്കിലാന്ന് പോലെ പേരെ കണ്ടത്. നമ്മളെല്ലാം കീച്ചേനില്, അരിമണിയില്, പിന്നെ മോതിരത്തുമ്മലാണ് എഴുതിയത്. ഇവ
ശംഖുമല ഇരുന്നാൽ മതി വെറൈറ്റിക്ക്. അല്ലേ കിട്ടി എല്ലാവരും ഞാൻ ആദ്യമായിട്ട് കാണുന്ന അതുകൊണ്ട് വെറൈറ്റി എന്നാണ് പറഞ്ഞത്. ചങ്ക് എന്ന് പറയുമ്പോൾ പിന്നെ കീ ചെയിൻ എന്നിട്ട് കഴിച്ചതോ ഇല്ലോ ഈ സാധനമാണ് അവൻ എടുത്തത്. എന്നാൽ ചങ്ക് എന്ന് പറഞ്ഞ് പറ്റിച്ച്. ആരെ പേരായിരുന്നു? ബാലാജി മാലതി. ഓ അപ്പൊ ഇവന് വേണ്ടിയിട്ടല്ല. ഇവൻ പറഞ്ഞാൽ ശരി തന്നെ, ഇവന് വേണ്ടിയിട്ടല്ല. ഇവൻ വേറെ ആയിരിക്കും എന്നെ വാങ്ങുന്നത്. ഞാൻ വെച്ചാൽ എന്നെ പറ്റിക്കുന്നതാണ് വേറെ ആയിരിക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. സാധനം എഴുതിയിട്ട് കിട്ടി ഗൈസ്. ബാലാജി മാലതി. ചിരിക്കുന്ന ചിരി നോക്ക്. അനക്ക് സംശയമുണ്ട് ഇവന്റെ ഇരട്ടപ്പേരായിട്ടാണോ ബാലാജി ഗൈസ്. ഈ മെറീന ബീച്ചിന് ഇവനും തമ്മിൽ ഭയങ്കര വലിയ ബന്ധമുണ്ട്. ഇവന്റെ ഫസ്റ്റ് ലവ്. ഇവന്റെ ഫസ്റ്റ് ലവ് എപ്പോടാ? എത്രാമത് വയസ്സിലെ? +2 പഠിക്കുമ്പോ 10 പഠിക്കുമ്പോ അങ്ങനെ തോന്നുന്നു. മെറീന ബീച്ചിൽ വന്ന സമയത്ത് ഇതുകൊണ്ട് ആ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പോലും ആദ്യമായിട്ട് ഇവന്റെ ഫസ്റ്റത്തെ ലൈനെ കണ്ടത്. അതും ഫാമിലിന്റെ കൂടെ. പിന്നെ അത് സെറ്റായി. ഓൾ ഇവനെ തേച്ചിട്ട് പോയി. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പറയുന്നില്ല. തേച്ചിട്ട് പോയി. ഇപ്പൊ 8ാമത്തെ ലവിലെത്തി നിൽക്കുന്നതാണ്. അത്ര വളർന്നവൻ. പിന്നെ ശംഖുമ്മല് പേരെഴുതാൻ പോയിട്ട് എന്തുകൊണ്ടാണ് കീച്ചേന്മലും പേരെഴുതിയെന്ന് അറിയാം. ആ പെണ്ണിന് ആദ്യം വായ്പൂട്ടിനെ ഇതാണ് എനിക്ക് ടിപ്പ് തന്നെ. ഇവ ആദ്യമായിട്ട് ഓക്ക് വാങ്ങിക്കൊടുത്ത കീച്ചേന് ഇതാണ്, ഇതേ കളറാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവന്റെ മൈൻഡ് മാറിയിട്ട് ഈ കീച്ചേനിലേക്ക് മാറിയത്. അനക്ക് സംശയമുണ്ട് ഈ ബാലാജി എന്ന് പറയുന്നത് ഇവന്റെ ഡബിൾ നെയിം ആണോ ഇരട്ടപ്പേരാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അണക്കാരനോടെ മാമന് വേണ്ടിയിട്ട് എന്നല്ലാന്ന് പറയുന്നത്. മാമന് വേണ്ടിയിട്ടല്ലോ മരുമക്കൾ ഇങ്ങനെ ബാലാജി എന്നുള്ള എഴുതിയിട്ടല്ലോ, ബാലാജി മാലതി എന്നുള്ള എഴുതിയിട്ടല്ലോ കൊടുക്കുക. തമ്പുരാനറിയാം. എന്തേലും കാട്ടട്ടെ. എപ്പെങ്കിലും ഒരു ദിവസം ഞാൻ പിടിക്കൂടാ നിന്റെ ഉടായിപ്പല്ലോ. ഏതാ ചെറുനാളെ ഞാൻ കണ്ടുപിടിക്കുവാ ആളുടെ പേര്. ആ പേർക്ക് നമ്മള് പിന്നെയും തിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സർക്കസിന്റെ സ്ഥലത്തെത്തി. നേരത്തെ മര്യാദ കാണാൻ പറ്റിയില്ല. ഇപ്പൊ ഇതാ നല്ല ഉണ്ട് കാണാൻ. പക്ഷെ കുട്ടീനെ ആലോചിച്ചിട്ടാണ്. ഇതെങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലോ ആടികളെ ഞാൻ കാണിച്ചതാ. ഞാൻ ആലോചിക്കുന്നതിന് ഇങ്ങനെ കളിച്ചിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലോ. നിർത്താണ്ട് നമ്മള് വന്നേരം 4 തൊട്ടിട്ട് ഇപ്പൊ സമയത്ത് 6:30 അതുവരെ ആ കുട്ടി ഇങ്ങനെ തന്നെ കളിച്ചോണ്ടിരിക്കുന്നു. ഓരോരുത്തന്മാരും പൈസക്ക് വേണ്ടിട്ട് പിള്ളേരെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുക. എല്ലാം ബാൻ ചെയ്യണം. ഇല്ലടാ ഇതെല്ലാം ബാൻ ചെയ്യണം അല്ലേ? അത് കളിക്കുന്നു നോക്ക്. ആടിയോടി കളിക്കുന്നു. എന്തിത് പൈസ. നമ്മളെ ചെപ്പോക്ക് സ്റ്റേഡിയം ഉണ്ടല്ലോ, അത് ഇതിന്റെ തൊട്ടപ്പുറത്താണ്. കാണിച്ചാൽ ഇവിടുന്ന് ലൈറ്റ് 4 ഫ്ലഡ് ലൈറ്റ് ഇടുന്ന് കാണുന്നുണ്ട്. ഇതുണ്ടോ ഈ 4 ഫ്ലഡ് ലൈറ്റ് ഉണ്ടോ? അതാണ് നമ്മളെ ചെപ്പോക്ക് സ്റ്റേഡിയം. டேய் IPL வர போறாங்கல்ல, செப்போக் போலாமா பாக்குறதுக்கு? IPL ഇപ്രാവശ്യം ചെപ്പോക്കിൽ തലേനെ കാണാൻ പോകുന്നത്. നമ്മളെല്ലാവരും തല ഫാൻ. നമ്മളെ കൂട്ടത്തിൽ ഒരുത്തം മാത്രമാണ് രോഹിത് ഫാൻ ഉള്ളൂ. ഇല്ലടാ ശരത്ത് രോഹിത് ഫാനാണ്. ബാക്കി നമ്മളെല്ലാവരും തല ഫാൻ. ഞാൻ അനർഗ് ഇവ എല്ലാവരും തല ഫാൻ. ഗൈസ് ഇവിടെ കണ്ട നമ്മളെ ചിപ്പിനെ പോലെ, ചിപ്പിന്നല്ല പറയുന്നത്, ഷെല്ല് പോലെ ഇരിപ്പടം ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ഇങ്ങനെ പനന്മാരെല്ലാം നട്ടിട്ട് ആ സൈഡിനെക്കാട്ടും വൈബ് കിടിയാണ് കാണാൻ മൊത്തത്തിൽ. ഇതെല്ലാം പിള്ളേർക്ക് കളിക്കേണ്ട ഏരിയ. ഇവിടെ ഒരു സുഖം, നല്ല തണുത്ത കാറ്റും. അവിടെ ചൂട് കാറ്റുണ്ടെങ്കിൽ ഇവിടെ തണുത്ത കാറ്റാണ്. ഗൈസ് മീനിനെ പോലെ ഉണ്ടാക്കി വെച്ച് ഇതെല്ലാം ഇവിടുത്തെ കാഴ്ചകൾ. നല്ല വൈബ് സാധനം. നമ്മൾ തളർന്നുകൊണ്ട് ആ സൈഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാന്ന് ചോദിച്ചെന്ന് കേട്ടാ. നല്ല ടയർഡായിട്ട്. പക്ഷെ ഞാൻ വെറുതെ എന്നോട് പറഞ്ഞേ ആ ലൈറ്റെല്ലാം കത്താണല്ലോ, ഈ സൈഡിൽ ലൈറ്റ് കത്താണല്ലോ, വെറുതെ ചെന്നോക്കാം. അന്നേരം ആടത്തേനെ കട്ട അടിപൊളിയാന്ന് ഇടാ. ആൾക്കൂട്ടം കുറവ്. മുളേനെ കൊണ്ട് ഓരോ സാധനങ്ങൾ. ഇതണ്ട ഇവിടെ ഒരു സാധനം, അവിടെ ഒന്ന്, പിന്നെ മറ്റേ ഏറുമാടം പോലത്തെ ഒരു സെറ്റപ്പ്. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിന്. ഒരു മിനി ഗോവ ഫീൽ ഇല്ലടാ, ഒരു മിനി ഗോവ ഫീൽ. ഈ സൈഡ് കൊള്ളാം കേട്ടാ. ഞാൻ ഈ സൈഡിലേക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പുറ സൈഡ് പോയിരുന്നു ഇതിന് മുന്നേ. ഈ സൈഡ് ആദ്യമായിട്ടായിരുന്നു. ഇത് നല്ലതായിട്ട് കാണാൻ. നല്ല ശാന്തമായ അന്തരീക്ഷം. അനക്ക് ഇവനെ കാണുമ്പോൾ അതിന് ചിരി വരുന്നുണ്ട്. ഇവളോ ദൂരം വന്നിരിക്ക. നമ്മള് 3/4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. അത് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഇവന് 1/2 മണിക്കൂറുണ്ട്. അപ്പം ബസ് കയറി വന്ന കോലം കണ്ടാ നിങ്ങൾ. ഞാനെല്ലാം വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ നീ കോലത്ത് കിടന്നുറങ്ങാം.
எல்லாரும் இப்படிதான்டா இங்க ஆமா எல்லாம் நாட்டுதான். ഇവിടെ എല്ലാരും ഇങ്ങനെ ആവുമല്ലോ. எல்லாம் காலையிலேயே வந்துருப்பாங்க. അപ്പൊ പ്രശ്നമില്ല, നമ്മളിത് ആദ്യമായിട്ട് കാണുന്നുള്ള പ്രശ്നമാണ്. അപ്പൊ ഓക്കെയാണ്. ഇവിടെ കുറെ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. വന്നു കഴിഞ്ഞാൽ ചില്ലാക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം കാണിച്ചു തരാം. ഇതുണ്ടോ മറ്റേ കോടയെല്ലാം വെച്ചിട്ട് മുളേനെ കൊണ്ടുവരുന്ന കെട്ടിയിട്ട് കോടയെല്ലാം വെച്ചിട്ടുള്ള സെറ്റപ്പാണ് ഇത്. കണ്ടോ, ഇതാ ഞാൻ ഏറുമാടം പോലാന്ന് പറഞ്ഞ സെറ്റപ്പ്. എല്ലാം കൊള്ളാല്ലേ, കിട്ടുള്ള സാധനം. ഈ ഏറുമാടെന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയാം, നമ്മളെ പോലത്തെ ആൾക്കാർക്ക് കയറാനുള്ള സാധനമല്ല, അത് ഗാർഡ്സിന് കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വാച്ച് ടവറാണ്. ഞാൻ ഇപ്പം കയറി പോവുകയാണ്, നമുക്കെല്ലാം കയറാന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ട് ഗാർഡ്സ് ഓൺലി. എന്താ പക്ഷെ നൈസ് കേട്ടോ, നല്ല കിട്ടില്ല വ്യൂ. ഈ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൂടി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ തമിഴ്നാട്ടുകാരൻ, ചെന്നൈയിൽ ഇത്ര കാലമായിട്ടുള്ള ഈവൻ ഇതുവരെ ഈ സ്ഥലം ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അതാണ് എൻ്റെ അതിശയം. കഷ്ടം മോനെ, നീ ചെന്നൈ താനേ ஃபர்ஸ்ட் டைம் தானே இந்த பக்கம்? நான் நிறைய டைம் நான் டைம்ல வருவேன், நைட் டைம்ல. அப்ப நீ என்ன சொன்ன, இதெல்லாம் பார்க்கவே இல்லையே? இந்த பக்கம் மறுபடியும் வந்து பார்க்கலாம். நான் வந்திருக்கேன் இந்த பக்கம்லாம். அந்த டைம்ல இதெல்லாம் இல்லையா? ഓ ഇവൻ വന്ന സമയത്ത് ഇങ്ങനെ സെറ്റപ്പ് ഒന്നും ഇടില്ല. അങ്ങനെ കുതിരയാണ് മോനെ, എത്ര കുതിരാന്നറിയ, ഇവിടെ കാണുന്നിടത്തുള്ള കുതിരയാണ്. ഇതാ 2 കുതിര ഇടാ, ഇഷ്ടം പോലെ വള്ളക്കുതിരി, കറുപ്പ് കുതിരി, ബ്രൗൺ കുതിരി എല്ലാം ഉണ്ട്. നമ്മള് പിന്നെ പേടിത്തൊണ്ട മാറായോണ്ട് കുതിരപ്പുറത്ത് കയറുന്നില്ല. ഇവന് തീരെ പിടിക്കുന്നില്ല. എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളയും കൂട്ടിയിട്ട് ഇവിടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഇവൻ വന്ന സമയത്താണെങ്കിൽ ഓരോ മുക്കിലും മൂലക്കും കപ്പിൾസ് ഇരുന്നിട്ടുണ്ട്. അതാണ് ഇവൻ്റെ പ്രശ്നം. നല്ല നല്ല ചിരിച്ച് തുള്ളിയിട്ടെല്ലാം വന്ന മോനാണ്. ഇവിടെ എത്തരുതാ ഡള്ളായ ആള്, ഭയങ്കര ഡള്ളായി. മണക്കരയിൽ ഇതാ വിരഹാമുഖം നിന്ന പോലെ കടപ്പുറത്ത് പോയി നിന്നതാ. എന്താണ് എൻ്റെ ഉദ്ദേശം? കുറെ നേരമായി കടൽ നോക്കിയിരിക്കുന്നു. അന്നോടാണെങ്കിൽ അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞു, കുറച്ചു നേരം ഒറ്റക്ക് നിൽക്കണം. സംഭവം ആരും വിചാരിക്കരുത് ബ്രേക്കപ്പ് ആയിട്ടാണെന്നൊന്നും. പെണ്ണിനെ കൂട്ടിയിട്ട് വരാൻ പറ്റാതെ സങ്കടമാണെന്ന്. എന്താ ചെയ്യ? തിരിച്ചു വരുന്നുണ്ട് നനഞ്ഞ് കുളിച്ചിട്ട്. നല്ല ഇത് കുറേ ആളുണ്ട് ഇപ്പുറത്ത്. കടലിൻ്റെ ഏരിയയിൽ കുളിക്കാൻ നല്ല ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒരു ടീം ഇത് ഇടാം, ഒരേപോലത്തെ കുപ്പാലിട്ട് കുളിക്കാൻ തോന്നുന്നു. രണ്ടെണ്ണം ആടുന്ന് റീൽസെല്ലാം എടുക്കുന്ന രണ്ടെണ്ണം വള്ള കുപ്പാലിട്ട്. ഗൈസ് ഇവിടെ വന്നപ്പോൾ ഒരു ചങ്ങ ഇത് ഇടാ സാൻഡ് ആർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓ ഇന്ന് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഇടാ. ഇത് കണ്ടോ ഗൈസ്, കാണിച്ചു തരാം. നോക്ക് സെറ്റപ്പ് കേട്ടാ. ഇന്ത്യൻ്റെ കൊടിയെല്ലാം 77 എന്നുള്ള രീതിയിൽ അതെന്തെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. അത് ശരി, താജ്മഹൽ. അങ്ങനെ കുറേ സെറ്റപ്പ് ചങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാധനം കൊള്ളാം കേട്ടോ. ഗൈസ് വീഡിയോ അങ്ങനെ ഇരുടാവാൻ തുടങ്ങി കേട്ടോ. നമ്മൾ തെണ്ടി നടന്ന് കാല് വേദനയായിട്ട് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടാന്നുള്ളത്. ഈ ഇരുട്ടത്ത് ഇവിടെ ഇങ്ങനെ ലൈറ്റിലിട്ട് കാണാൻ നല്ല മജയുണ്ട്. ഇതാണ് ക്യാമറയിൽ ശരിക്കും കിട്ടുന്നതെന്ന് അറിയില്ല, പക്ഷേ സംഭവം മൊത്തത്തിൽ കാണാൻ നല്ല മജയുണ്ട്. എന്തായാലും ഫുള്ളായിട്ടൊന്നും നമ്മൾ നടന്ന് കണ്ടിട്ടില്ല, നടക്കാൻ കഴിയില്ല. കാലിപ്പം തന്നെ പണിയായി. എന്നും നടന്നു കഴിഞ്ഞാൽ നാളെ ഓഫീസിൽ ലീവ് എടുക്കേണ്ടി വരും. കുറച്ച് നേരം ഇരുന്ന് ടയർഡ്നെസ് എല്ലാം മാറ്റിയിട്ട് ഇനി റൂമിലേക്ക് പോകാന്നുള്ള മൈൻഡിലാണെന്നുള്ള സമയം ഏരിയായി. വെളിച്ചമുണ്ടല്ലേ, ഏറ്റവും വെളിച്ചമുണ്ട്. എന്തായാലും വീട്ടിലേക്ക് പോകാൻ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി ഗൈസ്, ബായ്.